നമസ്കാരം. പി എസ് സി റവല്യൂഷന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സിവിൽ എക്സൈസ് ഓഫീസർ സ്പെഷ്യൽ ടോപ്പിക്സ് ആണ്. അതിൽ തേർഡ് മൊഡ്യൂളാണ്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളും സെക്കൻഡ് മൊഡ്യൂളും ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതാദ്യം കാണുക. ഒരു ഓർഡറിൽ തന്നെ പഠിച്ചു വന്നോളാം. നമ്മളുടെ എക്സാം ഡേറ്റ് ഒക്കെ വന്നത് അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ? മെയ് 17-നാണ് എക്സാം വരുന്നത്. അപ്പോൾ വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. അപ്പോൾ കൃത്യമായിട്ട് പഠിച്ചോളാം. പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടി റിവൈസ് ചെയ്തും മുന്നോട്ട് പോയിക്കോളാം കേട്ടോ. അപ്പോൾ നമുക്ക് സെക്ഷൻസും അതുപോലെ തന്നെ നമ്മുടെ ശിക്ഷ, അതുമായി ബന്ധപ്പെട്ട പിഴകൾ, അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം അതൊന്നും തെറ്റാതെ ഒരു ഓർഡറിൽ അല്ലെ, ഒന്നും മാറിപ്പോവാത്ത രീതിയിൽ എന്ത് ചെയ്യുക, പഠിച്ചു പോയിക്കോളുക. കൃത്യമായിട്ട് റിവൈസ് ചെയ്ത് റിപ്പീറ്റ് ചെയ്തിട്ട് തന്നെ പഠിക്കാം. പഠിപ്പിച്ച കാര്യങ്ങളിൽ നിന്ന് ഒരു മാർക്ക് പോലും മിസ് ചെയ്യാതെ പഠിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത് തേർഡ് മൊഡ്യൂള് അത്യാവശ്യം പഠിക്കാൻ കുറച്ചൊരു പാടുള്ളൊരു ഭാഗമാണ്. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം, അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ പഠിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് 3 മാർക്കിനാണ് ചോദിക്കുന്നത്. ഈ മദ്യവുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അത്യാവശ്യം ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളാണ് ഇതിൽ അധികം ഉള്ളത്. അപ്പം ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ. അപ്പോൾ ഇതിൽ ഈ ഒരു തേർഡ് മൊഡ്യൂളിൽ കുറച്ച് ഡെഫിനിഷൻസ് ആണ് ആദ്യം പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ആ ഓരോ ഡെഫിനിഷൻസ് എന്തെല്ലാമെന്നൊക്കെ നോക്കാം. ഓക്കെ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് അല്ലേ എന്താണ് ഡെഫിനിഷൻ പറയുന്നത്, ബ്ലെൻഡിങ്ങിനെ കുറിച്ചിട്ടാണ് അല്ലേ. അപ്പോൾ ബ്ലെൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലെൻഡിങ് അല്ലേ, നമ്മുടെ ഓൾറെഡി അബ്കാരി ആക്ടുമായി ബന്ധപ്പെട്ടിട്ട് ബ്ലെൻഡിങ്, കോമ്പൗണ്ടിങ് ഒക്കെ എന്താണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും അല്ലേ ഒന്നും കൂടി നോക്കാം നമുക്ക്. ബ്ലെൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലെൻഡ് ചെയ്യല്ലേ, അതായത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കല്ലേ. എന്തിനെ? രണ്ട് സ്പിരിറ്റുകളെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, ബ്ലെൻഡിങ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ എന്താണ് ബ്ലെൻഡിങ് എന്ന് പറഞ്ഞാൽ? രണ്ട് സ്പിരിറ്റുകളെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയാ, ബ്ലെൻഡിങ് എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തതാണ് കോമ്പൗണ്ടിങ് അല്ലെ. കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സ്പിരിറ്റിൽ കൃത്രിമമായിട്ട് എന്തെങ്കിലും നിറമോ അല്ലെങ്കിൽ അതിൻ്റെ രുചിക്ക് വ്യത്യാസം അറിയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഫ്ലേവറോ ഒക്കെ ചേർക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ. അതായത് എന്ത് ചെയ്യുക, ഒന്ന് റെക്ടിഫൈ ചെയ്യല്ലേ. അതിന് കോമ്പൗണ്ടിങ്ങിന് റെക്ടിഫിക്കേഷൻ എന്നും പറയാറുണ്ട്. അപ്പോൾ കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, കറക്റ്റായിട്ട് പറഞ്ഞാൽ എന്താണ് അല്ലേ, ഈ സ്പിരിറ്റിൽ എന്തെങ്കിലും കൃത്രിമമായിട്ട് നിറം ചേർക്കാറുണ്ട് അല്ലെ, എന്തെങ്കിലും വേറെ എന്തെങ്കിലും നിറം ചേർക്കാറുണ്ട്. അതുപോലെ തന്നെ ഫ്ലേവേഴ്സിന് വേണ്ടിയിട്ടില്ലേ എന്തെങ്കിലും മറ്റു ഫ്ലേവേഴ്സുകളൊക്കെ ചേർക്കാറുണ്ട്. ഇങ്ങനെ ചേർക്കണമെങ്കിൽ നമുക്ക് എന്ത് ആവശ്യമുണ്ട്, എക്സൈസ് കമ്മീഷണറുടെ അനുമതി ആവശ്യമുണ്ട്. അല്ലാതെ തോന്നിയ പോലെ നമുക്ക് കളേഴ്സോ അല്ലെങ്കിൽ ഫ്ലേവേഴ്സോ ഒന്നും ചേർക്കാൻ പറ്റില്ല. ഇങ്ങനെ ചേർക്കണമെങ്കിൽ കമ്മീഷണറിലെ എക്സൈസ് കമ്മീഷണറുടെ അനുമതി ആവശ്യമാണ്. അതും കൂടാതെ അല്ലെ തോന്നിയ അളവിലൊന്നും ചേർക്കാൻ പാടില്ല. ഓക്കെ. അവർ പറയുന്ന കളേഴ്സ് അല്ലെങ്കിൽ അവർ പറയുന്ന ഫ്ലേവേഴ്സ് ഒരു നിശ്ചിത അനുപാതത്തിൽ മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. അതും പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം. തോന്നിയ പോലെ കളറോ ഫ്ലേവറോ ഒന്നും ഇതിൽ ആഡ് ചെയ്യാൻ പാടില്ല. എന്തിൽ? ഈ സ്പിരിറ്റിൽ കൃത്യമായിട്ട് എക്സൈസ് കമ്മീഷണർ പറയുന്നുണ്ട് ഏതൊക്കെ കളേഴ്സ് അല്ലെങ്കിൽ ഏതൊക്കെ ഫ്ലേവേഴ്സ് ചേർക്കണം, അത് എത്ര ഒരു അനുപാതത്തിൽ ചേർക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ബ്ലെൻഡിങ് എന്താണ്, കോമ്പൗണ്ടിങ് എന്താണെന്ന് മനസ്സിലായില്ലേ? മദ്യവുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പൊ ബ്ലെൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സ്പിരിറ്റുകളെ തമ്മിൽ എന്ത് ചെയ്യുക, കൂട്ടി യോജിപ്പിക്കുക. ഓക്കെ. അത് ചിലപ്പോൾ ഒന്ന് വീര്യമുള്ളതായിരിക്കും അല്ലെങ്കിൽ വീര്യമില്ലാത്തതായിരിക്കും, അങ്ങനെ എന്തുമായിരിക്കും. അപ്പൊ ഇവരെ തമ്മിൽ എന്ത് ചെയ്യുക, കൂട്ടി യോജിപ്പിച്ചിട്ട് വേറെ ഒന്ന് ഉണ്ടാക്കുക. അപ്പൊ അതിനെയാണ് ബ്ലെൻഡ് ചെയ്യാന്ന് പറയുന്നത്. കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പിരിറ്റിൽ എന്ത് ചെയ്യുക, ഒന്ന് അതിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തുക. അതെങ്ങനെയാ? ഒന്നെങ്കിൽ അതിന്റെ ഫ്ലേവേഴ്സിൽ മാറ്റം വരുത്തുക, അതിന്റെ രുചിയിൽ മാറ്റം വരുത്തുക, അതുപോലെ തന്നെ അതിന്റെ കളേഴ്സിൽ എന്തെങ്കിലും മാറ്റം വരുത്തുക. ഇങ്ങനെ മാറ്റം വരുത്തണമെങ്കിൽ ആരുടെ അനുമതി ആവശ്യമാണ്? എക്സൈസ് കമ്മീഷണറുടെ അനുമതി ആവശ്യമാണ്. അതും നമ്മുടെ തോന്നിയ രീതിയിൽ ചേർക്കാൻ പാടില്ല. കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട് ഏതൊക്കെ പ്രൊപ്പോർഷനിൽ അത് ചേർക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു രീതിയിലേ ചേർക്കാൻ പറ്റുള്ളൂ. ഓക്കെ. അടുത്ത ഒന്നാണ് റെഡ്യൂസിങ് അല്ലെ. റെഡ്യൂസിങ് അടുത്തൊരു ഡെഫിനിഷൻ പറയുന്നുണ്ട്. റെഡ്യൂസിങ് നമ്മുടെ സിലബസിൽ പ്രത്യേകം എടുത്തു പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ ഇവിടെ പറയുന്നത്. ഫസ്റ്റ് തന്നെ ബ്ലെൻഡിങ് പറയുന്നുണ്ട്, പിന്നെ കോമ്പൗണ്ടിങ് പറയുന്നുണ്ട്, റെഡ്യൂസിങ് പറയുന്നുണ്ട്. ഓക്കെ. അപ്പൊ റെഡ്യൂസിങ് അല്ലെ, എന്താണ് റെഡ്യൂസിങ് എന്ന് പറഞ്ഞാൽ? റെഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അല്ലെ, കുറച്ച് കൊണ്ടുവരും അല്ലെ. അതായത് എന്താണ്, നമ്മുടെ സ്പിരിറ്റിന്റെ ഗാഢത അല്ലെ, ഗാഢത കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതിലെന്ത് ചെയ്യുക, ജലവുമായിട്ട് അതിനെ സംയോജിപ്പിക്കുന്നതിനെയാണ് എന്ത് പറയാ, റെഡ്യൂസ് ചെയ്യുക അല്ലെ. നമ്മൾ കുടിക്കുമ്പോൾ അതിൽ കുറച്ച് വെള്ളം കൂടി ചേർക്കാറില്ലേ അല്ലെ, അതിൻ്റെ ഇതൊന്ന് കാഠിന്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അതന്നെയാണ് സംഭവം. അതായത് സ്പിരിറ്റിന്റെ ഗാഢത ഒക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വാട്ടർ അല്ലെ, വെള്ളം അതിൽ ചേർക്കുന്നതിനെയാണ് എന്ത് ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക. ഓക്കെ. വെള്ളം ചേർത്തിട്ട് എന്ത് ചെയ്യുക, അതിന്റെ ആ ഗാഢത എന്ത് ചെയ്യുക, കുറച്ച് കൊണ്ടുവരിക. ഓക്കെ. അപ്പൊ റെഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഓർത്ത് വെച്ചേക്ക് എന്താണ്, അത് കുറച്ച് കൊണ്ടുവരികയാണ്. അതായത് അതിന്റെ ഗാഢത എന്ത് ചെയ്യുക, ഒന്ന് കുറച്ച് കൊണ്ടുവരിക. എങ്ങനെ? കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ട്. ഓക്കെ. അടുത്തൊരു പോർഷൻ ആണ് ഫോർട്ടിഫിക്കേഷൻ. ഓക്കെ. ആ ഡെഫിനിഷനിൽ പ്രത്യേകം പറയുന്നുണ്ട് ഫോർട്ടിഫിക്കേഷൻ. എന്താണ് ഫോർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ? ഫോർട്ടിഫിക്കേഷൻ
അല്ലേ? അതായത് വീര്യം കുറഞ്ഞ സ്പിരിറ്റിന് എന്ത് ചെയ്യുക, വീര്യം കൂട്ടിയ ഒരു സ്പിരിറ്റാക്കി മാറ്റുന്ന ഒരു പ്രോസസ്സ്. ഓക്കെ, ഇപ്പോൾ ഒരു സ്പിരിറ്റ് ഉണ്ടാവും, അത് അത്യാവശ്യം വീര്യം കുറഞ്ഞ ഒരു സ്പിരിറ്റ് ആവും. അതിനെന്ത് ചെയ്യുക, ഒന്ന് വീര്യം കൂട്ടാൻ വേണ്ടിയിട്ട് വീര്യം കൂടിയ സ്പിരിറ്റ് എന്ത് ചെയ്യുക, അതിലേക്ക് ആഡ് ചെയ്തിട്ട് അതൊരു പുതിയൊരു സ്പിരിറ്റാക്കി മാറ്റിയെടുക്കുക. ഓക്കെ, അതാണ് ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. വീര്യം കുറഞ്ഞ സ്പിരിറ്റിന് എന്താക്കി മാറ്റുക, വീര്യം കൂടിയ സ്പിരിറ്റാക്കി മാറ്റുക. ഓക്കെ, അപ്പൊ ഇങ്ങനെ മാറ്റുന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന ടാക്സിലും ഒക്കെ എന്തുണ്ടാവും, വ്യത്യാസം വരും അല്ലേ? അപ്പൊ അങ്ങനെ വീര്യം കൂട്ടിയെടുക്കുമ്പോൾ അതിന് ടാക്സ് കൂടും. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഈ സ്പിരിറ്റിന്റെ വിലയിലും വ്യത്യാസം വരും. അതും കൂടാതെ ഇങ്ങനെ ചേർക്കുന്നുണ്ടെങ്കിൽ, വീര്യം കുറഞ്ഞതിനെ കൂട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ പ്രത്യേകം എന്ത് ചെയ്യണം, ആ ഒരു മദ്യക്കുപ്പിയിൽ പ്രത്യേകം എന്ത് ചെയ്തിരിക്കണം, അടയാളപ്പെടുത്തിയിട്ടുണ്ടാവണം. ഓക്കെ, അടുത്തൊരു ഭാഗമാണ് ENA. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ENA. ഇതിൽ സിലബസിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ENA അല്ലേ? എന്താണ് ENA എന്ന് പറഞ്ഞാൽ? എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ. അതിൻ്റെ ഒരു ഫുൾ നെയിം ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ENA എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ. ഓക്കെ, എന്താണ് ENA എന്ന് പറഞ്ഞാൽ? ENA എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ. ഓക്കെ, എന്താണ് ഈ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് അല്ലെ, നമ്മുടെ വൈന്, വിസ്കില് അതുപോലെയുള്ള ലഹരി പാനീയങ്ങൾ ഉണ്ടാക്കുന്നതിന് അതിലെന്ത് ചെയ്യുക, കുറച്ച് അസംസ്കൃത വസ്തുക്കൾ ചേർക്കുക. ഓക്കെ, ആ ഒരു അസംസ്കൃത വസ്തുക്കളെയാണ് എന്ത് പറയുന്നത്, ENA എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ അഥവാ ENA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലഹരി പാനീയങ്ങളിൽ, ഏതൊക്കെ ലഹരി പാനീയങ്ങൾ, നമ്മുടെ വൈനുണ്ട്, വിസ്കി ഉണ്ട് തുടങ്ങിയ ലഹരി പാനീയങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് അസംസ്കൃത വസ്തുക്കളിൽ അത് ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അസംസ്കൃത വസ്തുക്കളൊക്കെ ചേർക്കാറുണ്ട്. അപ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്, ENA എന്ന് പറയുന്നത്. ഓക്കെ, ഇത് എന്താണ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിറമില്ലാത്തതും മാലിന്യമില്ലാത്തതുമായ ഫുഡ് ഗ്രേഡ് ആൽക്കഹോൾ ആണ് ENA എന്ന് പറയുന്നത്. അതും കൂടി ഓർത്ത് വെച്ചേക്കുക. എന്താണ്, ഇതിന് നിറം ഉണ്ടായിരിക്കില്ല, അതുപോലെ തന്നെ മാലിന്യവുമല്ല. ഓക്കെ, അപ്പം നിറമില്ലാത്തതും മാലിന്യമില്ലാത്തതുമായ ഫുഡ് ഗ്രേഡ് ആൽക്കഹോൾ ആണ് ENA എന്ന് പറയുന്നത്. ഓക്കെ, ENA ഇറക്കുമതി ചെയ്യുന്നതിന് പ്രത്യേകം ലൈസൻസ് ആവശ്യമാണ്. അപ്പോൾ ഇതുപോലെ ഒരു ലഹരി പാനീയങ്ങൾ ഉണ്ടാക്കുന്നതിന് ഇങ്ങനെ ENA എന്ന് പറഞ്ഞാൽ അസംസ്കൃത വസ്തുക്കളാണ് അല്ലേ? അപ്പോൾ അത് ഇങ്ങനെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമുക്ക് ഇറക്കുമതി ചെയ്യേണ്ടതായിട്ട് വരുന്ന കേസിൽ ഇങ്ങനെ ഇറക്കുമതി ചെയ്യുന്നതിന് പ്രത്യേകം ലൈസൻസ് ഒക്കെ വേണം. ഓക്കെ, അതും കൂടാതെ ഇതിന് പ്രത്യേകം ഫീസും ഈടാക്കുന്നുണ്ട്. ഇങ്ങനെ ENA എന്ത് ചെയ്യണം, ഇമ്പോർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫീസ് അല്ലേ, ഫീസ് എന്ത് ചെയ്യുന്നുണ്ട്, എക്സൈസ് കമ്മീഷണർ നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പം നിലവിൽ എത്ര രൂപയാണ്, 10,000 രൂപയാണ് ഇങ്ങനെയുള്ള അസംസ്കൃത വസ്തുക്കളൊക്കെ ഇവിടെ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഈടാക്കുന്ന ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ ആരുടെ അനുമതി വേണം, എക്സൈസ് കമ്മീഷണറുടെ അനുമതി വേണം. ഇതിന് പ്രത്യേകം ലൈസൻസ് ഒക്കെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഫീസ് ഒക്കെ ഈടാക്കുന്നുണ്ട്. ആ ഫീസ് ഒക്കെ നിശ്ചയിക്കുന്നത് ആരാണ്, എക്സൈസ് കമ്മീഷണർ ആണ്. നിലവിൽ എത്രയാണ്, 10,000 രൂപയാണ് അതിന്റെ ഫീസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞില്ലേ, ലൈസൻസ് ഒക്കെ വേണമെന്ന് പറഞ്ഞില്ലേ, ഇങ്ങനെ ENA ഇമ്പോർട്ട്, അതായത് ഇറക്കുമതി ചെയ്യണമെങ്കിൽ. ഇതുമായി ഈ ഒരു ലൈസൻസുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ഫോറമാണ് ഫോറം 4A. ഓക്കെ, ഇതിന്റെ ലൈസൻസുമായി ബന്ധപ്പെട്ടുള്ള ഫോറം ചോദിച്ചു കഴിഞ്ഞാൽ ഫോറം എത്രയാണ്, 4A ആണ്. ഈ ഒരു ഫോറത്തിന് 1 ഇയർ ആണ് കാലാവധി എന്ന് ഓർത്ത് വെച്ചേക്കാം. അത് പിന്നീട് റിന്യൂ ചെയ്ത് കൊണ്ടുപോകലാണ്. അപ്പം അതും കൂടി ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ ENA എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ആണ്. എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് ENA, നമ്മുടെ ലഹരി പാനീയങ്ങളിൽ ചേർക്കുന്ന അസംസ്കൃത വസ്തുക്കളാണ് ENA എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ഈ കരിമ്പിൽ നിന്ന് കിടക്കുന്ന മൊളാസസ് അതൊക്കെ എന്താണ്, ENA വരുന്നതാണ്. അതിൽ ചേർക്കുന്ന, അതായത് നമ്മുടെ ഈ ഒരു ലഹരി പാനീയങ്ങളിലൊക്കെ ചേർക്കുന്ന അസംസ്കൃത വസ്തുക്കളാണ്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുള്ള വരികയാണെങ്കിൽ അതെന്താണ്, അതിന് ലൈസൻസ് വേണം. നമുക്ക് തോന്നിയ പോലെ ഒന്നും നമുക്ക് ഇവിടെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല. അതിന് പ്രത്യേകം ലൈസൻസ് ഒക്കെ വേണം. അതും കൂടാതെ എന്താണ്, പ്രത്യേകം ഫീസും ഇതിന് ഈടാക്കുന്നുണ്ട്. അതൊക്കെ നിശ്ചയിക്കുന്നത് ആരാണ്, എക്സൈസ് കമ്മീഷണർ ആണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ഫോറം ഉണ്ട്, അതാണ് ഫോറം 4A എന്ന് പറയുന്നത്. ഓർത്ത് വെച്ചേക്കണം, ഫോറം 4A. ഈ ഒരു ഫോറത്തിന്റെ അല്ലെങ്കിൽ ഈ ലൈസൻസിന്റെ കാലാവധി എന്ന് പറയുന്നത് 1 ഇയർ ആണ്. അതും കൂടി ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ഇനി അടുത്തൊരു ഭാഗമാണ് റെക്ടിഫൈഡ് സ്പിരിറ്റ്. ഇതും നമ്മുടെ സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു പോർഷൻ ആണ്, റെക്ടിഫൈഡ് സ്പിരിറ്റ്. എന്താണ് റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ? റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ശുദ്ധീകരിക്കാത്ത എത്തനോളിനെയാണ് റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ശുദ്ധീകരിക്കാത്ത എത്തനോൾ? ഇവിടെ നമ്മളല്ലേ മദ്യവുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കേണ്ട 2 കാര്യങ്ങളാണ് എത്തനോളും മെത്തനോളും. ഏതൊക്കെയാണ്? മദ്യവുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കേണ്ട 2 കാര്യങ്ങളാണ് എത്തനോളും അതുപോലെ തന്നെ മെത്തനോളും ട്ടോ.
മെത്തനോളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന്റെ ഡിഫറൻസ് ഒക്കെ നമ്മുടെ ഈ ഒരു ഭാഗത്ത് ഈ ഒരു മൊഡ്യൂളിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ പഠിക്കാം. അപ്പോൾ എത്തനോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളില്ലേ അതായത് ഉപഭോഗത്തിന് ഉപയോഗിക്കുന്ന മദ്യങ്ങളിൽ ഉള്ളത് എന്താണ്? എത്തനോൾ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് കുടിക്കാനൊക്കെ പറ്റുന്ന മദ്യത്തിലൊക്കെ ഉള്ള എന്താണ്? എത്തനോൾ ആണ്. ഓക്കെ, അത്ര ഡേഞ്ചർ അല്ലാത്ത കാര്യമാണ് എത്തനോൾ എന്ന് പറയുന്നത്. എന്നാൽ മെത്തനോൾ എന്ന് പറഞ്ഞത് ഡേഞ്ചർ ആണ്. ഈ വിഷമദ്യ ദുരന്തം ഒക്കെ കേട്ടിട്ടില്ലേ? മദ്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉണ്ടാവുന്ന വലിയ വലിയ ട്രാജഡികളാണ് വിഷമദ്യ ദുരന്തം എന്ന് പറയുന്നത്. അതിലൊക്കെ എന്താണ്? മെത്തനോൾ ആണ് അടങ്ങിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ മെത്തനോൾ എന്താന്ന് പഠിച്ചു വെച്ചേക്കണം. എത്തനോൾ നമുക്ക് എന്താണ്? കുടിക്കാൻ പറ്റുന്ന മദ്യങ്ങളാണ് എന്ത്? എത്തനോൾ എന്ന് പറയുന്നത്. മെത്തനോൾ എന്താണ്? വിഷം അടങ്ങിയിട്ടുള്ളതാണ്. ഓക്കെ, അതായത് ഇതിന്റെ കാഠിന്യം കൂട്ടിയിട്ട് കൊണ്ടുവരുന്നതാണ്. അതിൽ മറ്റുള്ള രാസപദാർത്ഥങ്ങളൊക്കെ ചേർത്തിട്ടല്ലേ അതിനെ കുടിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ആക്കുമ്പോഴാണ് അത് എന്താവുന്നത്? അല്ലേ, വലിയ വിഷമദ്യ ദുരന്തമായിട്ടൊക്കെ മാറുന്നത്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും എന്താ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. ഇപ്പൊ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം, എത്തനോളും മെത്തനോളും. നമ്മൾ എത്തനോൾ ആണ് നമുക്ക് എന്ത്? കുടിക്കാൻ പറ്റുന്ന മദ്യം എന്ന് പറയുന്നത്. അല്ലെ, നമുക്കിത് മാറാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഓർത്ത് വെക്കാം. എഡിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്ഷ്യയോഗ്യം അല്ലേ? എഡിബിൾ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഭക്ഷ്യയോഗ്യാണ് അല്ലെ. അപ്പൊ എഡിബിൾ എന്ന വാക്കിൽ എത്തനോൾ അല്ലെ, ആ എ എന്ന് വെച്ചിട്ട് കണക്ട് ചെയ്ത് വെക്കാം. ഓക്കെ, എഡിബിൾ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എന്താണ് മലയാളത്തിൽ അർത്ഥം? ഭക്ഷ്യയോഗ്യമായിട്ടുള്ളത് അല്ലെ. അപ്പൊ എഡിബിൾ ആയിട്ടുള്ളതാണ് ഇത് എത്തനോൾ എന്ന് പറയുന്നത് അല്ലെ. മെത്തനോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കുടിക്കാൻ പറ്റാത്തതാണ്. ഓക്കെ, കുടിച്ചു കഴിഞ്ഞാൽ വലിയ ദുരന്തം അല്ലെ, മരണമൊക്കെ സംഭവിക്കാൻ പറ്റുന്നതാണ് ഏത്? മെത്തനോൾ അടങ്ങിയിട്ടുള്ള മദ്യമൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ അതെന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാണ്ട് ഈ ഒരു മൊഡ്യൂളിൽ ലാസ്റ്റ് പറയുന്നുണ്ട്. അപ്പൊ പറയാം. ഇപ്പൊ ഇവിടെ റെക്ടിഫൈഡ് സ്പിരിറ്റുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളൊന്ന് ഓർത്ത് വെച്ചേക്കുക. ശുദ്ധീകരിക്കാത്ത എത്തനോളിനെയാണ് എന്ത് പറയുന്നത്? ഈ ഒരു റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എത്തനോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താണ്? എത്തനോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ കുടിക്കാനൊക്കെ പറ്റുന്ന മദ്യം എന്ന് പറഞ്ഞില്ലേ. അതായത് നമ്മൾ ഈസ്റ്റ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ മൊളാസസിലെ പഞ്ചസാരയെ ഫെർമെന്റ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണ് എന്ത്? എത്തനോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് മനസ്സിലാക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. കുറച്ചതിന്റെ എന്താണ് മദ്യവുമായി ബന്ധപ്പെട്ട് അതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. കേൾക്കാൻ വലിയൊരു സുഖമൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്ത് ചെയ്യുക, ജസ്റ്റ് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. നമുക്കിതൊന്ന് 3 മാർക്കാണ് ചോദിക്കുന്നത്. അപ്പോൾ ആ ഒരു മാർക്ക് നേടാനുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചെടുക്കുക. വളരെ ഡീപ്പായിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പഠിക്കാനാണെങ്കിൽ ഒരുപാട് പഠിക്കാനുണ്ട്. പക്ഷെ നമുക്ക് പഠിച്ചങ്ങനെ തീരത്തുമില്ല. ഓക്കെ, അപ്പോൾ അതിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ എന്താണ് എത്തനോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എത്തനോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈസ്റ്റ് ഉപയോഗിച്ചിട്ട് എന്താണ്? ഈസ്റ്റ് ഉപയോഗിച്ചിട്ട് ഈ ഒരു മൊളാസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് കാണുന്നത്? നമ്മുടെ കരിമ്പില്ലേ, നമുക്കറിയാലേ കരിമ്പിൽ നിന്നാണ് പഞ്ചസാരയൊക്കെ ഉണ്ടാക്കുന്നത് അല്ലേ. ഈ കരിമ്പിൽ നിന്ന് പഞ്ചസാരയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു ഉപോൽപ്പന്നം ഉണ്ട്. ഓക്കെ, എന്താണ്? അതാണ് മൊളാസസ് എന്ന് പറയുന്നത്. എന്തിൽ നിന്നാണ്? കരിമ്പിൽ നിന്ന് അല്ലേ. കരിമ്പിൽ നിന്ന് കിട്ടുന്ന ഒരു വേറൊരു പ്രൊഡക്റ്റ്, അതാണ് മൊളാസസ് എന്ന് പറയുന്നത്. ഈ മൊളാസസിലെ പഞ്ചസാര എന്ത് ചെയ്യുന്നുണ്ട്? ഈസ്റ്റ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഫെർമെന്റ് ചെയ്യുക അല്ലെ, അതായത് പുളിപ്പിച്ചെടുക്കുക. അങ്ങനെ പുളിപ്പിച്ചെടുക്കുന്ന ആ ഒരു ഇതിനെയാണ് ആൽക്കഹോൾ ആണ് എന്ത്? എത്തനോൾ എന്ന് പറയുന്നത്. ഓക്കെ, അത് എന്ത് ചെയ്യാം? നമുക്ക് എഡിബിൾ ആണ്, കുടിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ഉള്ള ശുദ്ധീകരിക്കാത്ത എത്തനോളിനെ എന്ത് പറയുന്നത്? റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ശുദ്ധീകരിക്കാത്ത എത്തനോളിനെയാണ് എന്ത് പറയുന്നത്? റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എത്തനോൾ എന്താണെന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഈസ്റ്റ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ മൊളാസസിലെ പഞ്ചസാര എന്ത് ചെയ്യുക? ഫെർമെന്റ് ചെയ്യുക, അതായത് പുളിപ്പിച്ചെടുക്കുക. അതിനെയാണ് എന്ത് പറയുന്നത്? എത്തനോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയുള്ള എത്തനോളിനെ അല്ലെ, ശുദ്ധീകരിക്കാത്ത ഈ ഒരു എത്തനോളിനെ എന്ത് പറയും? റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് പറയും. ക്ലിയർ അല്ലേ? അടുത്ത ഭാഗത്തിലോട്ട് പോകാം. അടുത്ത ഭാഗമാണ് ആബ്സല്യൂട്ട് ആൽക്കഹോൾ. ഓക്കെ, അതിന് മുന്നേ ഈ ഒരു റെക്ടിഫൈഡ് സ്പിരിറ്റിൽ അല്ലെ, ശുദ്ധീകരിക്കാത്ത എത്തനോൾ ആണെന്ന് പറഞ്ഞില്ലേ. അതുകൊണ്ട് തന്നെ ഇതിൽ 95% എന്തായിരിക്കും? ആൽക്കഹോൾ ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ ശുദ്ധീകരിക്കാത്തത് ആയതുകൊണ്ട് തന്നെ 95% എന്താണ്? ആൽക്കഹോൾ ആയിരിക്കും. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കാം. അടുത്തൊരു ഭാഗമാണ് ആബ്സല്യൂട്ട് ആൽക്കഹോൾ. ഓക്കെ, എന്താണ് ആബ്സല്യൂട്ട് ആൽക്കഹോൾ? അത് എന്താണ്? ഈറ്റൈൽ ആൽക്കഹോൾ അഥവാ എത്തനോളിനെ തന്നെയാണ് എന്ത് പറയുന്നത്? ആബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള എത്തനോളിനെ തന്നെയാണ് എന്ത് പറയുന്നത്? ആബ്സല്യൂട്ട് ആൽക്കഹോൾ എന്നും പറയുന്നത്. ഇതിലെന്താണ്? മാക്സിമം ജലമൊക്കെ നീക്കം ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ മാക്സിമം ജലമൊക്കെ ഒഴിവാക്കിയിട്ട് ശുദ്ധീകരിച്ചെടുത്ത ആൽക്കഹോളാണ് എന്ത്? അബ്സല്യൂട്ട് ആൽക്കഹോൾ അഥവാ എത്തനോൾ എന്ന് പറയുന്നത്. ഇതിൽ ജലത്തിന്റെ അളവ് എന്ന് പറയുന്നത് 1%-ലും താഴെയായിരിക്കും. ഓക്കെ, അപ്പൊ ആബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ആബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെന്താണ്? ജലത്തിന്റെ അംശം എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. ഓക്കെ, ബാക്കിയല്ലേ ഇപ്പൊ 99% എന്തായിരിക്കും? ആൽക്കഹോൾ ആയിരിക്കും. അതിൽ 1%-ൽ താഴെ മാത്രമേ എന്തുണ്ടാവുള്ളൂ? ജലം ഉണ്ടാവുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ അല്ലേ? അതായത് 1%-ൽ
കുറവ് മാത്രമേ ജലം ഉണ്ടാവുള്ളൂ, ബാക്കിയുള്ള മൊത്തം എന്താണ് ആൽക്കഹോൾ ആണ്. അതിനെയാണ് എന്ത് ആബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറയുന്നത് അല്ലെ. ആബ്സല്യൂട്ട് ആയിട്ടും ആൽക്കഹോൾ ആയിരിക്കും അത്. ഓക്കെ, അപ്പൊ ആബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറയുന്നത് എന്തിനെയാണ്, എത്തനോളിനെ തന്നെയാണ് ആബ്സല്യൂട്ട് ആൽക്കഹോൾ എന്നും വിളിക്കുന്നത്. ഇതിലെന്താണ് മാക്സിമം അതിൽ ജലത്തെ എന്ത് ചെയ്യാണ് അല്ലെ, ജലത്തെ നീക്കം ചെയ്തിട്ട് എന്താണ് ശുദ്ധീകരിച്ചെടുക്കുന്നതാണ് ഈ ഒരു ആബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറയുന്നത്. ഇങ്ങനെ എടുക്കുമ്പോൾ അല്ലെ, ഇങ്ങനെ എടുക്കുന്ന ആ ആൽക്കഹോളിൽ 1% താഴെ ആയിരിക്കണം അതിലെ ജലത്തിന്റെ അളവ് എന്ന് പറയുന്നത്. അതായത് അതിൽ നിന്ന് ജലം മാക്സിമം എന്ത് ചെയ്യുന്നുണ്ട്, ഒഴിവാക്കിയിട്ടില്ലേ അതിനെ ശുദ്ധീകരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇങ്ങനെ ഉണ്ടാക്കുന്ന ഈ ഒരു ആൽക്കഹോളിൽ അല്ലെ ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ ഏതെല്ലാമെന്ന് ചോദിക്കാറുണ്ട്. ഏതൊക്കെയാണ്? പൊട്ടാസ്യം കാർബണേറ്റ്, പ്ലാസ്റ്റർ ഓഫ് പാരീസ്, അതുപോലെ തന്നെ ബെൻസീന്, ഗ്ലിസറിൻ. ഓക്കെ, ഏതൊക്കെയാണ്? പൊട്ടാസ്യം കാർബണേറ്റ്, പ്ലാസ്റ്റർ ഓഫ് പാരീസ്, ബെൻസീന്, ഗ്ലിസറിൻ. ഓക്കെ, അപ്പൊ ആബ്സല്യൂട്ട് ആൽക്കഹോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ ഏതെല്ലാമെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? പൊട്ടാസ്യം കാർബണേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉണ്ട്, ബെൻസീൻ ഉണ്ട്, ഗ്ലിസറിൻ ഉണ്ട്. ക്ലിയർ അല്ല? ഒന്ന് പഠിച്ചു വെച്ചേക്കണം. ഏതൊക്കെയാണ് ആബ്സല്യൂട്ട് ആൽക്കഹോൾ ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ ഏതൊക്കെയാണ്? പൊട്ടാസ്യം കാർബണേറ്റ് ഉണ്ട്, പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉണ്ട്, അതുപോലെ തന്നെ ബെൻസീൻ ഉണ്ട്, ഗ്ലിസറിൻ ഉണ്ട്. ക്ലിയർ അല്ലേ? അടുത്തൊരു ഭാഗം നോക്കാം. അടുത്ത ഒന്നാണ് ഗേജിങ്. ഓക്കെ, ഗേജിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗേജിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സ്പിരിറ്റിന്റെ അല്ലെ, സ്പിരിറ്റിന്റെ അളവ് നിർണ്ണയിക്കുക, അതുപോലെ തന്നെ പ്രൂഫ് നിർണ്ണയിക്കുക. ഓക്കെ, അങ്ങനെയൊക്കെ നിർണ്ണയിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഗേജിങ് എന്ന് മൊത്തത്തിൽ പറയുന്നതാണ് ഗേജിങ് എന്ന് പറയാം. ഓക്കെ, അതായത് പ്രൂഫ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ആൽക്കഹോളിലെ, അതായത് മദ്യത്തിലെ ആൽക്കഹോളിന്റെ അളവ് നിർണ്ണയിക്കുന്ന ആ ഒരു പ്രോസസ്സാണ് പ്രൂഫ് എന്ന് പറയുന്നത്. അതും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അതെന്താന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. പ്രൂഫ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ മദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കഹോൾ, ഓക്കെ, ആ ആൽക്കഹോളിന്റെ അളവ് എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് പ്രൂഫ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സ്പിരിറ്റിന്റെ അളവ്, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? ഗേജിങ് അല്ലെ. മൊത്തത്തിൽ പറയുന്നതാണ് ഗേജിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഗേജിങ് എന്ന് പറഞ്ഞാൽ സ്പിരിറ്റിന്റെ അളവ് കണക്കാക്കുക, അതുപോലെ തന്നെ പ്രൂഫ് നിർണ്ണയിക്കുക. ഈ ഒരു പ്രോസസ്സിനൊക്കെ എന്താ പറയാ? ഗേജിങ് എന്നാണ് പറയാ. അതായത് മദ്യത്തിലുള്ള ആൽക്കഹോളിന്റെ അളവ് കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ആ ഒരു പ്രോസസ്സിനൊക്കെ എന്താ പറയാ? ഗേജിങ് എന്നാണ് പറയാ. ഓക്കെ, ഇനി അടുത്തൊരു ഭാഗം നോക്കാം. കെമിക്കൽ ഫോർമുലയാണ്. ഇത് നമ്മുടെ സിലബസിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. കെമിക്കൽ ഫോർമുല, അതായത് നമ്മുടെ എത്തനോളിന്റെയും മെത്തനോളിന്റെയും കെമിക്കൽ ഫോർമുല എന്താന്ന് ചോദിക്കാറുണ്ട്. അതും കൂടി ഒന്ന് പഠിച്ചു വെച്ചേക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം. എത്തനോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈറ്റെയിൽ ആൽക്കഹോൾ ആണ് കേട്ടോ. അതും കൂടി പഠിച്ചു വെച്ചേക്കണം. എത്തനോൾ എന്ന് പറയുന്നത് എന്താണ് ശരിക്കും? ഈറ്റെയിൽ ആൽക്കഹോൾ ആണ്. അതുപോലെ തന്നെ മെത്തനോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മീറ്റെയിൽ ആൽക്കഹോൾ ആണ്. പഠിച്ചു വെച്ചേക്കണം. എത്തനോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈറ്റെയിൽ ആൽക്കഹോൾ ആണ്. മെത്തനോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മീറ്റെയിൽ ആൽക്കഹോൾ ആണ്. ഓക്കെ, ഈറ്റെയിൽ ആണ്, മീറ്റെയിൽ ആണ്. ഇനി എത്തനോളിന്റെ കെമിക്കൽ ഫോർമുല എന്ന് പറഞ്ഞത് എന്താണ്? C2H5OH ആണ് കേട്ടോ. എന്താണ്? എത്തനോളിൻ്റെത് C2H5OH ആണ്. ചോദിച്ചിട്ടുണ്ട് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാണാപ്പാഠം പഠിച്ചു വെച്ചേക്കുക. പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക, ചോദിക്കും. ആകെ 2 കെമിക്കൽ ഫോർമുല മാത്രം നമുക്ക് പഠിക്കാനുള്ളൂ. അതെന്ത് ചെയ്യുക? പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ എത്തനോളിൻ്റെ പറഞ്ഞില്ലേ, C2H5OH ആണ് എന്താ എത്തനോളിന്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത്. മെത്തനോളിൻ്റെതാണെങ്കിൽ എന്താണ്? CH3OH ആണ് കേട്ടോ. CH3OH ആണ് എന്താ മെത്തനോളിന്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? എന്താണ് എത്തനോളിൻ്റെത്? C2H5OH. എന്താണ്? C2H5OH. മെത്തനോൾ ആണെങ്കിൽ CH3 അല്ലേ. CH3 ആണ് മെത്തനോളിലെ. അപ്പൊ CH3OH ആണ് എന്താ? മെത്തനോൾ. ഓക്കെ, അപ്പൊ ഇത് രണ്ടും എന്ത് ചെയ്യുക? പഠിച്ചു വെച്ചേക്കാം. ഇപ്പൊ തന്നെ എവിടെയെങ്കിലും ആ ഷോർട്ട് നോട്ടിൽ എഴുതി വെച്ചേക്കാം, ചോദിക്കും. 100% ചോദിക്കാൻ സാധ്യത കൂടുതലുള്ള ഭാഗമാണ്. ചോദിച്ചിട്ടുണ്ട്, ഇതിന് മുന്നേ ചോദിച്ചിട്ടുണ്ട്. അപ്പം എന്ത് ചെയ്യുക? അത് കൃത്യമായിട്ട് പഠിക്കാം. അടുത്ത ഒന്നാണ് ഡീനാച്ചുവേർഡ് സ്പിരിറ്റ്. ഓക്കെ, ഡീനാച്ചുവേർഡ് സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡീനാച്ചുവേർഡ് സ്പിരിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കല്ലേ മനുഷ്യന് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ള മദ്യത്തെയാണ് എന്ന് പറയുന്നത് ഡീനാച്ചുവേർഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. അതായത് മനുഷ്യന്റെ ഉപഭോഗത്തിന് അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ അല്ലെ ഉണ്ടാക്കിയെടുക്കുക. അതായത് അത് കുടിച്ചു കഴിഞ്ഞാൽ എന്താണ്? മനുഷ്യന് എന്ത് സംഭവിക്കില്ല, അവരുടെ ജീവന് തന്നെ ആപത്താവുന്ന രീതിയിലുള്ള ആ രീതിയിൽ മദ്യമൊക്കെ ഉണ്ടാക്കുന്നതിന് എന്താ പറയാ? ഡീനാച്ചുവേർഡ് സ്പിരിറ്റ് എന്നാണ് പറയുക. ഓക്കെ, അപ്പൊ ഡീനാച്ചുവേർഡ് സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യന് അത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ അത് ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ മനുഷ്യന് അത് കുടിക്കാൻ പറ്റാത്ത രീതിയിൽ അത് ഉണ്ടാക്കിയെടുക്കുന്നതിനാണ് ഡീനാച്ചുവേർഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിൽ എന്ത് ചെയ്യുന്നുണ്ട്? ചില രാസപദാർത്ഥങ്ങളൊക്കെ ചേർക്കുന്നുണ്ട്. ആ രാസപദാർത്ഥങ്ങൾ ഏതെല്ലാം എന്നൊന്ന് പഠിച്ചു വെച്ചേക്കുക. ഏതാണ്?
പിരിഡിൻ ഉണ്ട്, അതുപോലെ തന്നെ വുഡ് നാഫ്തയുണ്ട്, ബെൻസീൻ ഉണ്ട്. ഓക്കെ, അതൊന്ന് പഠിച്ചു വെച്ചേക്കണം. അതായത് ഈ ഡീനാച്ചുറേഡ് സ്പിരിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൽ ഉപയോഗിക്കുന്ന രാസപദാർത്ഥങ്ങളാണ് ഏതൊക്കെ? പിരിഡിൻ, അതുപോലെ തന്നെ വുഡ് നാഫ്ത, ബെൻസീൻ. ഓക്കെ, ഇങ്ങനെയൊക്കെ കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ഒരു മദ്യത്തിന്റെ വളരെ ഒന്നും കൂടി നല്ല സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടൊക്കെ കൊടുക്കുന്നതായിരിക്കും. പക്ഷെ എന്താണ്, ഇത് ശരിക്കും നമ്മുടെ ജീവന് തന്നെ ആപത്താവുന്ന രീതിയിലായിരിക്കും ഇങ്ങനത്തെ മദ്യങ്ങളൊക്കെ വരുന്നത്. ഇങ്ങനെയൊക്കെ ശരിക്കും ഉണ്ടാക്കുന്നത് എന്താണ്? ശിക്ഷാർഹമാണ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ശരിക്കും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാലുള്ള ശിക്ഷയെ പറ്റിയൊക്കെ പറയുന്നുണ്ട് നമ്മുടെ അബ്കാരി ആക്ടിൽ. അതും കൂടി ഓർത്ത് വെച്ചേക്കാം. ഇങ്ങനെ ഡീനാച്ചുറേഡ് സ്പിരിറ്റ് ഉണ്ടാക്കിയാലുള്ള ശിക്ഷ എന്ന് പറയുന്നത് 5 വർഷം വരെ തടവും 25,000 രൂപ പിഴയുമാണ് കേട്ടോ. അതും കൂടി ഓർത്ത് വെച്ചേക്കാം. ഡീനാച്ചുറേഡ് ആയിട്ടുള്ള സ്പിരിറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ, അതായത് മനുഷ്യന് കുടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള മദ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മനുഷ്യന്റെ ജീവന് തന്നെ ആപത്താവുന്ന രീതിയിലുള്ള മദ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനുള്ള ശിക്ഷ എന്താണ്? 5 വർഷം വരെ തടവും 25,000 രൂപ പിഴയുമാണ്. അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഉപയോഗിക്കുന്ന രാസപദാർത്ഥങ്ങൾ ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിരിഡിൻ, വുഡ് നാഫ്ത, അതുപോലെ തന്നെ ബെൻസീൻ. അതും കൂടി ഓർത്ത് വെച്ചേക്കാം. പിരിഡിൻ, വുഡ് നാഫ്ത, ബെൻസീൻ. ഓക്കെ, അടുത്ത് നോക്കാം. അടുത്തൊരു ഉപകരണത്തെ പറ്റിയാണ് പറയുന്നത്. ഹൈഡ്രോമീറ്റർ. എന്താണ് ഹൈഡ്രോമീറ്റർ എന്ന് പറഞ്ഞാൽ? ആൽക്കഹോളിന്റെ ഗാഢത കണ്ടെത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹൈഡ്രോമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഹൈഡ്രോമീറ്റർ? ആൽക്കഹോളിന്റെ ഗാഢത, എത്രത്തോളം ആൽക്കഹോൾ അടങ്ങിയിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഇത്, ഹൈഡ്രോമീറ്റർ. ക്ലിയർ അല്ലേ? ദെൻ അടുത്ത് നോക്കാം, മൊളാസസ്. അല്ലേ, നമ്മൾ ഓൾറെഡി ഇപ്പൊ പറഞ്ഞു മൊളാസസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ മദ്യവുമായി ബന്ധപ്പെട്ടിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് മൊളാസസ് എന്ന് പറയുന്നത്. അല്ലേ, നമ്മൾ എത്തനോൾ ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് എന്തിൽ നിന്നാണ്? ഈ ഒരു മൊളാസസ് ഫെർമെന്റ് ചെയ്തിട്ടാണ്. അതായത് മൊളാസസിനെ പുളിപ്പിച്ച്, ഈസ്റ്റ് ഒക്കെ ഉപയോഗിച്ചിട്ട് പുളിപ്പിച്ചെടുക്കുന്നതാണ് എന്ത്? എത്തനോൾ എന്ന് പറയുന്നത്. അല്ലെ, നമ്മുടെ മദ്യത്തിലൊക്കെ ഉപയോഗിക്കുന്നത് എന്താണ്? ഈ ഒരു എത്തനോൾ ആണ്. അല്ലെ, അതായത് മൊളാസസ് ആണ്. മൊളാസസിൽ നിന്നാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. എന്താണ്, എവിടെയാണ് ശരിക്കും മൊളാസസ് കാണുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കരിമ്പിലൊക്കെ, അല്ലെ, കരിമ്പിൽ നിന്ന് കിട്ടുന്ന എന്താണ് ഒരു ഉപ ഉൽപ്പന്നമാണ്. അല്ലെ, നമുക്ക് കരിമ്പിൽ നിന്നാണ് പഞ്ചസാര ഒക്കെ ഉണ്ടാക്കുന്നതൊക്കെ അറിയാലോ. അല്ലെ, അപ്പൊ അങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു വേറൊരു പ്രൊഡക്റ്റ് ആണ് എന്ത്? മൊളാസസ് എന്ന് പറയുന്നത്. അല്ലെ, അതിന് എന്ത് ചെയ്യുന്നുണ്ട്? ഈസ്റ്റ് ഒക്കെ ഉപയോഗിച്ചിട്ട്, ഈസ്റ്റ് ഒക്കെ ഉപയോഗിക്കുന്നത് എന്തിനാണ്? അല്ലെ, പുളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെ, അപ്പൊ പുളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈസ്റ്റ് ഒക്കെ ഉപയോഗിക്കുക. അപ്പൊ ഇങ്ങനെ ഈസ്റ്റ് ഒക്കെ ഉപയോഗിച്ചിട്ട് അതിനെന്ത് ചെയ്യുന്നുണ്ട്? അതിൽ അടങ്ങിയിട്ടുള്ള വേറൊരു കണ്ടന്റിനെ, അല്ലെങ്കിൽ അതിൽ അടങ്ങിയിട്ടുള്ള പഞ്ചസാര ബീറ്റ് ഒക്കെ ഉണ്ട്, അതിനെ എന്ത് ചെയ്യുന്നുണ്ട്? പുളിപ്പിച്ചെടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? എത്തനോൾ ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ ആ ഒരു പ്രൊഡക്റ്റ് ആണ് ഇത് മൊളാസസ് എന്ന് പറയുന്നത്. ഇതിന്റെ നിറം ചോദിക്കാം. അതെന്താണ്? കടും തവിട്ട് നിറമാണ് കേട്ടോ. ഒന്ന് ഓർത്ത് വെച്ചേക്ക. എന്താണ്? കടും തവിട്ട് നിറമാണ് ഈ ഒരു മൊളാസസിന്റെ നിറം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇപ്പൊ മൊളാസസ് എന്താന്ന് കിട്ടിയില്ലേ? അതായത് കരിമ്പിൽ നിന്ന് കിട്ടുന്ന ഒരു ഉപ ഉൽപ്പന്നമാണ്. ഇതിന്റെ നിറം എന്ന് പറയുന്നത് കടും തവിട്ട് നിറമാണ്. അല്ലെ, മൊളാസസിൽ നിന്നാണ് എന്തുണ്ടാക്കുന്നത്? നമ്മുടെ എത്തനോളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത ഭാഗത്തിലോട്ട് പോകാം. അടുത്തൊരു ഭാഗമാണ് ന്യൂട്രൽ സ്പിരിറ്റ്. ഓക്കെ, ന്യൂട്രൽ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മനുഷ്യ ഉപഭോഗത്തിനുള്ള മദ്യത്തെയൊക്കെ എന്ന് വിളിക്കാറുണ്ട്? നമ്മൾ ന്യൂട്രൽ സ്പിരിറ്റും എന്ന് പറയാറുണ്ട്. അതായത് വലിയ ദോഷം തന്നെയാണ് മദ്യം, എന്നിരുന്നാലും നമുക്ക് ഉപയോഗിക്കില്ല. സാധാരണ നമ്മൾ ഉപഭോഗത്തിനൊക്കെ കൊടുക്കുന്ന മദ്യങ്ങളൊക്കെ എന്താ വിളിക്കാറ്? ന്യൂട്രൽ സ്പിരിറ്റ് എന്നാണ് വിളിക്കാറ് കേട്ടോ. അതും കൂടി ഓർത്ത് വെച്ചേക്കാം. ന്യൂട്രൽ സ്പിരിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ മനുഷ്യന്മാർ ഉപഭോഗത്തിന് ഉപയോഗിക്കുന്ന ആ ഒരു മദ്യത്തെയാണ് എന്ത് പറയുന്നത്? ന്യൂട്രൽ സ്പിരിറ്റ് എന്ന് പറയുന്നത്. അടുത്തൊരു ഭാഗമാണ് ഡിസ്റ്റിലേഷൻ, അതുപോലെ തന്നെ ഫെർമെന്റേഷൻ. അല്ലെ, ഡിസ്റ്റിലേഷൻ, ഫെർമെന്റേഷൻ ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും കൂടി ഒന്നുകൂടി ഓർത്ത് വെക്കാം. ഡിസ്റ്റിലേഷൻ, അല്ലെ, അതുപോലെ ഫെർമെന്റേഷൻ. നമ്മൾ മദ്യം ഉണ്ടാക്കുന്ന പോലെ 2 രീതിയിലൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഡിസ്റ്റിലേറ്റ് ചെയ്തിട്ട്, അല്ലെ, അതായത് സ്വേദനം ചെയ്തിട്ട് ഉണ്ടാക്കാറുണ്ട്, അതുപോലെ തന്നെ പുളിപ്പിച്ചെടുക്കാറുണ്ട്. അല്ലെ, അപ്പൊ ഈ ഡിസ്റ്റിലേഷൻ പ്രോസസ്സിലൂടെ എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കിയെടുക്കാറ്? നമ്മുടെ ബ്രാൻഡി, വിസ്കി ഒക്കെ എങ്ങനെയാണ്? ഡിസ്റ്റിലേഷൻ പ്രോസസ്സിലൂടെയാണ് ഉണ്ടാക്കിയെടുക്കാറ്. അല്ലെ, എന്നാൽ ഫെർമെന്റ് ചെയ്തിട്ട്, അല്ലെ, പുളിപ്പിച്ചെടുക്കുന്ന മദ്യങ്ങൾ ഏതൊക്കെയാണ്? നമ്മുടെ ബിയർ, വൈൻ. അല്ലെ, അത് വലിയ നമ്മുടെ ശരീരത്തിന് അത്ര വലിയ ദോഷകരമായിട്ടുള്ള കാര്യമല്ല. എന്നാൽ ഡിസ്റ്റിലേറ്റ് ചെയ്തെടുക്കുന്നത് എന്താണ്? കുറച്ച് ദോഷകരമായിട്ടുള്ളതാണ്. അല്ലെ, നമ്മുടെ ബ്രാൻഡി, വിസ്കി ഒക്കെ എന്താണ്? ഡിസ്റ്റിലേഷൻ പ്രോസസ്സിലൂടെ ചെയ്യുന്നതാണ്. ഫെർമെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? പുളിപ്പിച്ചെടുക്കുന്ന മദ്യങ്ങളാണ്. നമ്മുടെ ബിയർ, വൈനൊക്കെ എന്താണ്? ഫെർമെന്റ് ചെയ്തെടുക്കുന്ന മദ്യങ്ങളാണ്. അപ്പൊ അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അടുത്ത ഒന്നാണ് റെക്ടിഫിക്കേഷൻ. ഓക്കെ, റെക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റെക്ടിഫിക്കേഷൻ, അല്ലെ, റെക്ടിഫിക്കേഷനും കോമ്പൗണ്ടിങ് ചിലപ്പോൾ മാറിപ്പോകാൻ സാധ്യത കൂടുതലാണ്. അല്ലെ, കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മദ്യത്തിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കളേഴ്സ് അല്ലെങ്കിൽ ഫ്ലേവേഴ്സ് ഒക്കെ ചേർക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. അതേ ഒരു മീനിങ് തന്നെയാണ് റെക്ടിഫിക്കേഷനും ഉള്ളത്. അതായത് ആ മദ്യത്തെ എന്ത് ചെയ്യുക? ഒന്ന് റെക്ടിഫൈ ചെയ്യുക. അല്ലെ, യഥാർത്ഥ മദ്യത്തെ എന്ത് ചെയ്യുന്നു? നമ്മൾ കുറച്ച് ഫ്ലേവേഴ്സോ കളേഴ്സോ ഒക്കെ ചേർത്തിട്ട് അതിനൊന്ന് അതിന്റെ രൂപം മാറ്റിയെടുക്കുക, അല്ലെങ്കിൽ ആ ഒരു മദ്യത്തെ വേറൊരു രീതിയിലേക്ക് മാറ്റിയെടുക്കുന്നതിനെയാണ് എന്ത് പറയാ? റെക്ടിഫൈ. അല്ലെ, റെക്ടിഫൈ ചെയ്യാതെ പറഞ്ഞാൽ എന്താണ്?
അല്ലെ വേറെ രീതിയിലേക്ക് മാറ്റിയെടുക്കുകയാണ്. റെക്ടിഫിക്കേഷനും അതേ ഒരു മീനിങ് തന്നെയാണ്. മദ്യനിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ട് അതിൽ എന്ത് ചെയ്യുക, നിറം ചേർക്കുക, അതുപോലെ തന്നെ ഫ്ലേവേഴ്സ് ചേർക്കുക, അല്ലെ ഈ പ്രോസസ്സ് ഒക്കെ എന്താണ്, റെക്ടിഫിക്കേഷന്റെ ഭാഗമാണ്. ഓക്കെ, അപ്പൊ കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, കറക്റ്റ് ആയിട്ടില്ലേ മദ്യത്തിൽ ആർട്ടിഫിഷ്യൽ കളറ് ഫ്ലേവേഴ്സ് ചേർക്കുന്നതിനാണ് കോമ്പൗണ്ടിങ് എന്ന് പറയാം. ഇതേ ഒരു പ്രോസസ്സ് തന്നെയാണ്, ഇങ്ങനെ ചെയ്യുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ് എന്ത്, റെക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ ബോട്ട്ലിംഗ് അല്ലേ. ബോട്ട്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ബോട്ട്ലിംഗ് എന്ന് പറഞ്ഞാൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ വളരെ സിമ്പിൾ ആണ് അല്ലേ. ബോട്ട്ലിംഗ് ആ പേരിൽ തന്നെ ഉണ്ട് അല്ലേ, അതായത് ഓരോ ബോട്ടിലാക്കി വെക്കുക. നമുക്കറിയാലേ മദ്യമൊക്കെ നിർമ്മിക്കുന്നത് എങ്ങനെയായിരിക്കും, വലിയ വലിയ വീപ്പയിൽ അല്ലേ, വലിയ ഡ്രമ്മിലൊക്കെ ആയിരിക്കും ഉണ്ടാക്കിയെടുക്കുക അല്ലേ. അതെന്ത് ചെയ്യുന്നുണ്ട്, ചെറിയ ചെറിയ ബോട്ടിലേക്ക് മാറ്റണം അല്ലേ, സെയിൽ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ചെറിയ ചെറിയ ബോട്ടിലേക്ക് മാറ്റും. ഈ ഒരു മാറ്റുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, ബോട്ടിലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് മദ്യം എന്ത് ചെയ്യുക, ചെറിയ ചെറിയ കുപ്പികളിലാക്കുന്ന ആ ഒരു പ്രോസസ്സാണ് എന്ത്, ബോട്ടിലിംഗ്. ഓക്കെ, അവിടെ പേരിൽ തന്നെ ഉണ്ടല്ലേ, ബോട്ടിൽ എന്ന് പറഞ്ഞാൽ എന്താ, കുപ്പികളിലാക്കുകയാണ് അല്ലേ. അതായത് മദ്യത്തെ എന്ത് ചെയ്യുക, കുപ്പികളിലാക്കി മാറ്റുന്ന ആ ഒരു പ്രോസസ്സാണ് എന്ത് പറയുന്നത്, ബോട്ടിലിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? പിന്നെ അടുത്ത കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ? നമുക്ക് പഠിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള ഭാഗമാണ്, മറ്റുള്ള ഭാഗങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചൊന്നും എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടാണ്. നമുക്ക് എന്ത് ചെയ്യാം, 2 ക്ലാസ്, ഈ ഒരു ക്ലാസ്സും അതിൻ്റെ കൂടെ തന്നെ ഒരു ക്ലാസ്സും കൂടി ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മൊഡ്യൂൾ കംപ്ലീറ്റ് ആവും. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. വളരെ ഡീപ്പായിട്ട് പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് കൺഫ്യൂഷൻ വരും. അപ്പോൾ എന്ത് ചെയ്യുക, ബേസിക് ആയിട്ടുള്ള ഇതിൽ പറഞ്ഞിട്ടുള്ള, നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള ഓരോ പോയിന്റും അത് എന്താണെന്നൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചേക്കുക. നമുക്ക് പറയാല്ലേ 3 മാർക്കിനടുത്ത് നിന്ന് ചോദിക്കുന്നത്, അപ്പോൾ ആ ഒരു മാർക്ക് കിട്ടാവുന്ന രീതിയിലുള്ള പഠിത്തം ഉണ്ടാവുക. ഓക്കെ, വളരെ ഡീപ്പായിട്ട് ആഴത്തിൽ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ആ പറയുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഓക്കെ, നമുക്കൊന്നും കൂടി ഒന്ന് റിവൈസ് വരാം എന്നിട്ടത്തെ കാര്യങ്ങൾ. ഫസ്റ്റ് തന്നെ അല്ലേ എന്താണ്, ബ്ലെൻഡിങ്ങിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത് അല്ലേ. അപ്പൊ ബ്ലെൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബ്ലെൻഡിങ് എന്ന് പറഞ്ഞാൽ ബ്ലെൻഡ് ചെയ്യല്ലേ, അതായത് മിക്സ് ചെയ്യുക, 2 സ്പിരിറ്റുകളെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, ബ്ലെൻഡിങ് എന്ന് പറയുന്നത്. കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞാൽ സ്പിരിറ്റിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കളേഴ്സോ അല്ലെങ്കിൽ ഫ്ലേവേഴ്സോ ചേർക്കുന്നതിനെയാണ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. ഇങ്ങനെ ചേർക്കണമെങ്കിൽ എക്സൈസ് കമ്മീഷണറുടെ അനുമതി ആവശ്യമാണ്. അതും ഒരു നിശ്ചിത പെർസെൻറ്റേജിൽ അല്ലെങ്കിൽ നിശ്ചിത അനുപാതത്തിൽ മാത്രമേ നമുക്കത് ചേർക്കാൻ പാടുള്ളൂ. ഓക്കെ, റെഡ്യൂസിങ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാണ്, നമ്മുടെ സ്പിരിറ്റിന്റെ ഗാഢത കുറയ്ക്കാൻ വേണ്ടിയിട്ട് ജലം ചേർക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, റെഡ്യൂസിങ് എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞല്ലേ നമ്മുടെ ഫോർട്ടിഫിക്കേഷൻ. ഓക്കെ അല്ലെ, ഫോർട്ടിഫിക്കേഷൻ എന്താന്ന് പറഞ്ഞല്ലേ, എന്താണ് ഫോർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ വീര്യം കുറഞ്ഞ സ്പിരിറ്റിനെ അല്ലെ വീര്യം കൂട്ടിയ സ്പിരിറ്റ് ആക്കി മാറ്റുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതും കൂടി ഓർത്ത് വെച്ചേക്കുക. ഫോർട്ടിഫിക്കേഷൻ എന്താണ്, വീര്യം കുറഞ്ഞ സ്പിരിറ്റിനെ വീര്യം കൂട്ടുന്ന ഒരു പ്രോസസ്സാണ് എന്താ, ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നീട് ENA അല്ലേ, ENA എന്താന്ന് പറഞ്ഞല്ലേ, എന്താണ്, എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ആണല്ലേ. അപ്പൊ ENAയുടെ ഫുൾ നെയിം ഒന്ന് പഠിച്ചു വെച്ചേക്കണം. എന്താണ് E എന്ന് പറഞ്ഞാൽ എന്താ, എക്സ്ട്രാ അല്ലേ, എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ആണ് ENA എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ലഹരി പാനീയങ്ങളിൽ ചേർക്കുന്ന അസംസ്കൃത വസ്തുക്കളാണ് ENA എന്ന് പറയുന്നത്. ഇങ്ങനെ ENA ഒക്കെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ, അതായത് ഇറക്കുമതി ചെയ്യണമെങ്കിൽ പ്രത്യേക ലൈസൻസ് ഒക്കെ വേണം. ഇതുമായി ബന്ധപ്പെട്ട ഒരു ഫോറമാണ് ഫോറം 4A എന്ന് പറയുന്നത്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഫീസൊക്കെ തീരുമാനിക്കുന്നുണ്ടല്ലേ, അത് എത്രയാണ്, 10,000 രൂപയാണ്. എക്സൈസ് കമ്മീഷണറാണ് അതൊക്കെ തീരുമാനിക്കുന്നത്. അതും കൂടി ഓർത്ത് വെച്ചേക്കുക. പിന്നീട് നമ്മൾ പറഞ്ഞില്ലേ റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് പറഞ്ഞില്ലേ, എന്താണ് റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ, ശുദ്ധീകരിക്കാത്ത എഥനോളിനെയാണ് എന്ത് പറയുന്നത്, റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നീട് ആബ്സല്യൂട്ട് ആൽക്കഹോൾ അല്ലേ, ആബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ എന്താണ്, മാക്സിമം ജലമൊക്കെ നീക്കം ചെയ്ത് കിട്ടുന്ന ആ ഒരു ആൽക്കഹോൾ ആണ് എന്ത്, ആബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറയുന്നത്. അതിലെന്താണ്, ജലത്തിന്റെ അംശം എന്ന് പറയുന്നത് 1% താഴെയാവണം. ഓക്കെ, അപ്പൊ 99% എന്തായിരിക്കണം, അതിൽ ആൽക്കഹോൾ ആയിരിക്കണം. അതിൽ എന്തുണ്ടാവാൻ പാടില്ല, ജലത്തിന്റെ അംശം വളരെ കുറവായിരിക്കണം. അതിനെയാണ് ആബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറയുന്നത്. അതാണ് എന്ത്, എത്തനോൾ എന്ന് പറയുന്നത്, അതായത് ഈറ്റൈൽ ആൽക്കഹോൾ എന്ന് പറയുന്നതും. അതും കൂടി ഓർത്ത് വെച്ചേക്കാം. ഇല്ലേ, ഈ ഒരു ആബ്സല്യൂട്ട് ആൽക്കഹോൾ ഉണ്ടാക്കണമെങ്കിൽ അതിൽ ചേർക്കുന്ന രാസവസ്തുക്കൾ ഏതൊക്കെയാണ്, പൊട്ടാസ്യം കാർബണേറ്റ് ഉണ്ട്, പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉണ്ട്, ബെൻസീൻ ഉണ്ട്, ഗ്ലിസറിൻ ഉണ്ട്. ദെൻ ഗേജിങ് എന്ന് പറഞ്ഞൂലേ, എന്താണ് ഗേജിങ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ സ്പിരിറ്റിന്റെ അളവ് കണ്ടെത്താനും അതുപോലെ തന്നെ പ്രൂഫ് നിർണ്ണയിക്കുന്ന ആ ഒരു പ്രോസസ്സിനൊക്കെ എന്ത് പറയാറുണ്ട്, ഗേജിങ് എന്ന് പറയും. ഓക്കെ, പിന്നീട് കെമിക്കൽ ഫോർമുല പറഞ്ഞൂലേ, എത്തനോളിന്റെ കെമിക്കൽ ഫോർമുല എന്താണ്, C2H5OH ആണ് അല്ലേ. എന്താണ്, C2H5OH ആണ്. ദെൻ എത്തനോൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈറ്റൈൽ ആൽക്കഹോൾ ആണ്. അതും കൂടി ഓർത്ത് വെച്ചേക്കണം. എത്തനോൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈറ്റൈൽ ആൽക്കഹോൾ ആണ്. മെത്തനോൾ എന്ന് പറഞ്ഞാൽ എന്താണ്, മീറ്റൈൽ ആൽക്കഹോൾ ആണ് അല്ലേ. CH3OH ആണ് മീറ്റൈൽ ആൽക്കഹോൾ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഡീനാച്ചുറഡ് സ്പിരിറ്റ് എന്താന്ന് പറഞ്ഞു അല്ലേ, എന്താണ്, മനുഷ്യന് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ മദ്യമൊക്കെ ഉണ്ടാക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഡീനാച്ചുറഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. സാധാരണ അതിൽ ഉപയോഗിക്കുന്ന രാസപദാർത്ഥങ്ങൾ ഏതൊക്കെയാണ്,
പിരിഡിൻ ഉണ്ട്, വുഡ് നാഫ്ത ഉണ്ട്, അതുപോലെ തന്നെ ബെൻസീൻ ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് പഠിച്ചു വെച്ചേക്കണം. ഇങ്ങനെ ഉണ്ടാക്കിയാലുള്ള ശിക്ഷയെ പറ്റിയിട്ട് നമ്മുടെ അബ്കാരി ആക്ടിലൊക്കെ പറയുന്നുണ്ടല്ലേ. എന്താണ് ശിക്ഷ? 5 വർഷം വരെ തടവും 25,000 രൂപ പിഴയുമാണ് കൊടുക്കുന്നത്. ദെൻ നമ്മൾ പറഞ്ഞില്ലേ ആൽക്കഹോളിന്റെ ഗാഢത കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണം ഉണ്ടല്ലേ, അതേതാണ്? ഹൈഡ്രോമീറ്റർ ആണ്. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കണം. പിന്നെ പറഞ്ഞു മൊളാസസ് അല്ലേ. മൊളാസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കരിമ്പിൽ നിന്ന് കിട്ടുന്ന ഒരു ഉപോൽപ്പന്നമാണ് ഈ ഒരു മൊളാസസിനല്ലേ. ഈസ്റ്റ് ഒക്കെ ചേർത്തിട്ട് ഫെർമെന്റ് ചെയ്തിട്ടാണ് എന്തുണ്ടാക്കുന്നത്? എത്തനോൾ ഉണ്ടാക്കുന്നത്. ഇതിന്റെ നിറം എന്ന് പറയുന്നത് എന്താണ്? കടും തവിട്ട് നിറമാണ്. അതും കൂടി ഓർത്ത് വെച്ചേക്കാം. എന്ത് നിറം? കടും തവിട്ട് നിറം. ഓക്കെ. ന്യൂട്രൽ സ്പിരിറ്റ് എന്താണ്? സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നല്ലേ സ്പിരിറ്റുകളൊക്കെ എന്താണ്? ന്യൂട്രൽ സ്പിരിറ്റ് ആണ്. അതായത് മനുഷ്യ ഉപഭോഗത്തിനുള്ള സ്പിരിറ്റ് ഒക്കെ എന്താണ്? മദ്യങ്ങൾ, എന്താ പറയുന്നത്? മനുഷ്യ ഉപഭോഗത്തിനുള്ള മദ്യങ്ങൾ. ഓക്കെ, അതിനെയാണ് എന്ത് പറയുന്നത്? ന്യൂട്രൽ സ്പിരിറ്റ് എന്ന് പറയുന്നത്. ദെൻ ഡിസ്റ്റിലേഷൻ ആൻഡ് ഫെർമെന്റേഷൻ അല്ലേ, അതായത് ഡിസ്റ്റിലേറ്റ് ചെയ്ത് എടുക്കുന്ന മദ്യങ്ങൾ. ബ്രാൻഡി, വിസ്കി ഒക്കെ എന്താണ്? ഡിസ്റ്റിലേറ്റ് ചെയ്ത് എടുക്കുന്ന മദ്യങ്ങളാണ്. പുളിപ്പിച്ചെടുക്കുന്ന മദ്യങ്ങളാണ് ഏതൊക്കെ? നമ്മുടെ ബിയർ, വൈനൊക്കെ. പിന്നീട് റെക്ടിഫിക്കേഷൻ അല്ലേ, അതായത് മദ്യത്തെ എന്ത് ചെയ്യുക? റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ കളേഴ്സ്, ഫ്ലേവേഴ്സ് ഒക്കെ ചേർക്കുന്ന ആ ഒരു പ്രോസസ്സ് ഒക്കെ എന്താണ്? റെക്ടിഫിക്കേഷന്റെ ഭാഗമാണ്. ദെൻ ലാസ്റ്റ് വൺ ബോട്ട്ലിംഗ് ആണ്. ഉണ്ടാക്കിയെടുത്ത മദ്യത്തെ ഓരോരോ ചെറു കുപ്പികളിലാക്കുന്ന ആ ഒരു പ്രോസസ്സാണ് എന്ത്? ബോട്ട്ലിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? പിന്നെ അടുത്ത കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ? നമുക്കൊരു ക്ലാസ്സോട് കൂടിയിട്ട് നമ്മുടെ എന്ത് ചെയ്യാം, ഈ ഒരു ഭാഗം ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂളുമായി ബന്ധപ്പെട്ടിട്ടുള്ള 3rd മൊഡ്യൂൾ കംപ്ലീറ്റ് ആവും. അപ്പം നന്നായിട്ട് പഠിക്കുക. എടുത്ത കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാം, പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. അതിൻ്റെ വലിയ ഡീപ്പായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കിയിട്ട് വെച്ചേക്കുക. 3 മാർക്കാണുള്ളത്. അത് എന്ത് ചെയ്യുക, പോകാതെ നോക്കുക. ഓക്കെ, അപ്പം അടുത്തൊരു ക്ലാസ്സുമായിട്ട് കാണുന്നത് വരെ താങ്ക് യു.